Next problem, problem 3. Sketch the graph of the function f defined by f of x is equal to 0 within this interval and 1 in this interval and 0 in this interval. And also given that f of x plus 6 is equal to f of x. Okay. For 3 periods and find the Fourier series of f. Okay. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മളോട് സ്കെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഫോർ 3 പീരീഡ്സിനാണ് ആ ഗ്രാഫ് എന്ന് പറയുന്നത് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഫൊറിയർ സീരീസ് ഫോർ എഫ് കണ്ടുപിടിക്കണം. ഓക്കെ. ഇവിടെ തന്നിട്ടുള്ള ഒറ്റ കാര്യം നമുക്കറിയാം, എഫ് ഓഫ് എക്സ് പ്ലസ് 6 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. ദെർഫോർ പീരീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? പീരീഡ് ഇസ് ഈക്വൽ ടു 6 ആണ് എന്നുള്ള കാര്യവും നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. അപ്പോൾ ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഓരോ ഇൻ്റർവെല്ലിലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്? വരയ്ക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം എക്സ് ആക്സിസ് വരയ്ക്കുന്നു, ദെൻ വൈ ആക്സിസ് വരയ്ക്കുന്നു. ആൻഡ് വിത്തിൻ ദ ഇൻ്റർവൽ -3 to -1 എന്ന് പറയുന്നത്. ഇപ്പോൾ -3 മുതൽ -1 വരെ നമുക്ക് ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 എന്നാണ്. സോറി, വരച്ചതിലൊരു എറർ പറ്റി. നമ്മൾ -3 മുതൽ -1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് -1 മുതൽ 1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1. എഗെയിൻ 1 to 3 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ നമുക്ക് -3 മുതൽ 3 വരെയുള്ള പോർഷനിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. ഇനി നമുക്ക് പീരീഡ് 6 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് 6 ഡിസ്റ്റൻസ് ഉള്ള അടുത്ത ഒരു ഇൻ്റർവെല്ല് കൺസിഡർ ചെയ്യുക. അതിൽ സെയിം ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് വരയ്ക്കുന്നു. സെയിം അതേമാതിരി തന്നെ നമ്മൾ ഇങ്ങോട്ടും വരയ്ക്കുകയാണ്. സോ സെയിം ഗ്രാഫ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇതിനാണ് നമ്മളോട് 3 പീരീഡ്സിൽ വരയ്ക്കാനാണ് പറഞ്ഞത്. സോ ഇത് ഒരു പീരീഡ്, ദെൻ സെക്കൻഡ് പീരീഡിലുള്ള ഗ്രാഫ്, ദെൻ തേർഡ് പീരീഡ്, അങ്ങനെ 3 പീരീഡിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഗ്രാഫ് വരയ്ക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഗ്രാഫ് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്കിവിടെ പീരീഡ് എന്ന് ഇസ് ഈക്വൽ ടു 6 എന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. സോ നമുക്കത് എന്താണ്? 2l ഇസ് ഈക്വൽ ടു ആയിരിക്കും 6 എന്ന് പറയുക. സോ l ഇസ് ഈക്വൽ ടു നമുക്ക് 6/2 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 3 എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ എൽ എന്ന് പറയുന്നത് 3 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഗിവൻ ഫംഗ്ഷനെ ഫോറിയർ സീരീസിൻ്റെ ഫോമിൽ എഴുതണം. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ദിസ് ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? എ നോട്ട് കണ്ടുപിടിക്കണം, എ എം കണ്ടുപിടിക്കണം, അതേമാതിരി തന്നെ ബി എം എന്ന് പറയുന്നതും കണ്ടുപിടിക്കണം. സോ എ നോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എ നോട്ട് ഇസ് ഈക്വൽ ടു ദിസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാണ്. സോ ഇവിടെ എൽ എന്ന് പറയുന്നത് -3 മുതൽ എൽ എന്ന് പറയുന്നത് 3 ആണ്. സോ നമ്മുടെ ഈ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് 1/3 ഇൻറ്റു ഇൻറ്റഗ്രൽ -3 to 3 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരും. ഇനി നമ്മൾ ഈ ഇൻറ്റഗ്രലിനെ 3 ഇൻറ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എവിടെ നിന്ന് എവിടം വരെയാണ്? -3 to -1 പ്ലസ് ഇൻറ്റഗ്രൽ -1 to 1 പ്ലസ് ഇൻറ്റഗ്രൽ 1 to 3 എന്ന് പറഞ്ഞിട്ട് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഇൻ്റർവെലിൻ്റെ സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ 0, ഇവിടെ 1, ഇവിടെയും 0 ആണ് വരും. സോ ഈ ഇൻ്റർവെല്ലിലൊക്കെ ഉള്ള വാല്യൂസ് എന്തായാലും 0 ആയിട്ട് തന്നെ പോകുക. കാരണം 0 ഇൻറ്റു ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ വാല്യൂ വരും. സോ അവിടെ എന്തായിട്ട് മാറും? 0 ആയിട്ട് പോകും. ദെൻ റിമൈനിങ് ആയിട്ട് നമുക്ക് എവിടെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ? -1 to 1 എന്ന് പറയുന്ന റേഞ്ചിൽ മാത്രമേ ഉണ്ടുള്ളൂ. സോ നമ്മളത് മാത്രമേ കണ്ടുപിടിക്കേണ്ടത്. സോ 1/3 ഇൻറ്റു -1 to 1 നമുക്ക് എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് ഡി എക്സ്. അവിടുത്തെ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? 1 ആയിരുന്നു. സോ 1നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. 1നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വരും വിത്തിൻ ദ ലിമിറ്റ്, അതായത് എക്സ് എന്ന് വരും വിത്തിൻ ദ ലിമിറ്റ്. ഇവിടെ -1 മുതൽ 1 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് 1 - -1 എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 2 ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? 2/3 എന്ന് കിട്ടും. സോ എ നോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 2/3 എന്ന് കിട്ടി. ഓക്കെ. സിമിലർലി നമുക്ക് എ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. എ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനാണ്. സോ 1/3 ഇൻറ്റു ഇൻറ്റഗ്രൽ -3 to 3 എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എം പൈ എക്സ് ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇൻറ്റഗ്രലിന് -3 to -1 പ്ലസ് ഇൻറ്റഗ്രൽ -1 to 1 പ്ലസ് ഇൻറ്റഗ്രൽ എവിടുന്ന് ഇവിടം വരെ വരും? 1 to 3 എന്ന് വരും. സോ എഫ് ഓഫ് എക്സ് ഇവിടെ 0 ഇൻറ്റു കോസ് ടേം പ്ലസ് 1 ഇൻറ്റു കോസ് ടേം പ്ലസ് 0 ഇൻറ്റു കോസ് ടേം എന്ന് വരും നമുക്ക്. അപ്പോൾ ഈ ഒരു ടേമും ഇതും ക്യാൻസൽ ചെയ്ത് പോകും. ആകെ ഈ ഒരു ഇൻ്റർവെല്ലിലുള്ള വാല്യൂസ്, ഈ ഒരു ഇൻ്റഗ്രലിലുള്ള വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ അതെന്ന് പറയുന്നത് എവിടെ നിന്നാണ്? 1/3 ഇൻറ്റു ഇൻറ്റഗ്രൽ -1 to 1 ഇൻറ്റു കോസ് എം പൈ x/3 എന്ന് വരും. ഇനി നമ്മൾ കോസ് എം പൈ ബൈ 3നെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? സൈൻ എം പൈ എക്സ് ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരും? എം പൈ ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഈ 3 എന്ന് പറയുന്നത് ന്യൂമറേറ്റർക്ക് പോകുമ്പോൾ 3/m
പൈ ഇൻറ്റു ദിസ് ടേം എന്നുള്ള ഫോമിൽ വരും. നമ്മളിനി ഇവിടെ നിന്ന് കൊടുക്കുക വിത്തിൻ ദ ഇൻ്റർവൽ -1 to 1 എന്ന് പറയുന്ന ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 3 എന്ന് പറയുന്നതും ഒരു ഇതെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആണ്. സോ നമുക്ക് അത് പുറത്തേക്ക് എടുക്കാം. സോ നമുക്ക് എങ്ങനെ വരും 1/3 ഇൻറ്റു അതായത് 3/m π എന്ന് വരും. ദെൻ ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് വരും സൈൻ നമ്മൾ ആദ്യം 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും m π/3 എന്ന് വരും. ദെൻ മൈനസ് നമുക്ക് എന്ത് വരും സൈൻ m π ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ സൈൻ -π/3 എന്ന് വരും. സൈൻ -θ എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും മൈനസ് സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. സോ ഈ മൈനസും കൂടി പ്ലസ് ആയിട്ട് നമുക്ക് എന്ത് വരും സൈൻ m π/3 എന്ന് വരും. സോ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ടേം എന്ന് പറയുന്നത് 2 സൈൻ m π/3 എന്ന് നമുക്ക് വരും. ഈ 3യും 3യും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്ക് ബാക്കി എന്തുണ്ടാവും 1/m π ഇൻറ്റു 2 ഇൻറ്റു സൈൻ m π/3 എന്ന് വരും. അങ്ങനെയാണ് നമുക്ക് എന്ത് ഇവിടെ കിട്ടുന്നത് 2/m π ഇൻറ്റു സൈൻ m π/3 എന്ന് കിട്ടുന്നത്. ഓക്കെ, സിമിലർലി നമ്മൾ ഇനി എന്ത് ചെയ്യാണ് ബി എം കണ്ടുപിടിക്കുകയാണ്. ബി എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വേഷൻ വെച്ച് കണ്ടുപിടിക്കും വിത്തിൻ ദ സെയിം ഇൻ്റർവെല്ലാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ 2 ഇൻ്റർവെല്ലിൽ അതായത് -3 to -1ലും 1 to 3ലും ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് നമുക്ക് ആ ഇൻ്റർവെൽസ് കൺസിഡർ ചെയ്യേണ്ട. സോ നമുക്ക് ഇവിടെ മാത്രമേ ഉള്ളൂ -1 to 1 സൈൻ m π/x/3 എന്ന് വരും. സൈനിനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും മൈനസ് കോസ് m π/x ഡിവൈഡഡ് ബൈ 3 വോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും നമുക്ക് m π/3 എന്ന് വരും. സോ അത് നമുക്ക് എന്ത് വരും 3/m π ഇൻറ്റു -3/m π ഇൻറ്റു കോസ് m π/x ഡിവൈഡഡ് ബൈ 3 എന്ന് നമുക്ക് വരും അല്ലേ. അപ്പോൾ അതായിരുന്നു നമുക്കിവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചത്. വിത്തിൻ ദ ലിമിറ്റ് നമുക്ക് എവിടുന്ന് മുതൽ എവിടം വരെയാണ് -1 to 1 ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ 1/3 ഇൻറ്റു ഇതെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആണ്. സോ അതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക -3 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരും m π എന്ന് പറയുന്ന വാല്യൂ വരും ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് വരും കോസ് m π ഡിവൈഡഡ് ബൈ 3 മൈനസ് കോസ് m π ഇൻറ്റു -1 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. നമുക്കറിയുന്ന റിസൾട്ടാണ് കോസ് എന്താ പറയുക -θ കോസ് തീറ്റയാണ്. സോ ഇത് എന്തായിട്ട് മാറും കോസ് m π/3 എന്ന് തന്നെ വരും. സോ കോസ് m π/3 മൈനസ് കോസ് m π/3 ഇപ്പോൾ ഈ ടേം എന്തായിട്ട് മാറും 0 വരും. സോ ഇവിടെ ഇൻറ്റു 0 എന്ന് വരും. സോ അതുകൊണ്ട് മൊത്തത്തിൽ എന്തായിട്ട് മാറും 0 എന്ന് വരും. സോ നമുക്ക് ബി എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് കിട്ടി 0 എന്ന് കിട്ടി. അങ്ങനെ ബി എമ്മിൻ്റെ വാല്യൂ 0 എന്ന് കിട്ടിയതുകൊണ്ട് നമുക്ക് ബി എമ്മിൻ്റെ ഇനി എന്ത് ചെയ്യുക ഓരോ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യാം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഫോർ f(x) a0 വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. നമ്മൾ പിന്നെ എന്താ ചെയ്തത് എമ്മിന് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരുന്നത് 2/m π ഇൻറ്റു സൈൻ m π/3 എന്നായിരുന്നു. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദെൻ നമുക്ക് അടുത്തത് ബി എമ്മിൻ്റെ വാല്യൂ 0 എന്നാണ്. അപ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്തായിട്ട് പോകും ക്യാൻസൽ ചെയ്തിട്ട് പോകുന്നതാണ്. ഇനി നമുക്ക് എന്ത് വരും 1/3 ഇൻറ്റു എല്ലാ ടേമിലും നമുക്കൊരു 2/π എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടേം ഇനി നമ്മൾ 2/π എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ സമ്മേഷൻ ഔട്ട് സൈഡ് എടുത്തു 2/π എന്ന് വരെ സമ്മേഷൻ ഐ റേഞ്ച് ഫ്രം 1 to ∞ 1/m ഇൻറ്റു സൈൻ m π/3 ഇൻറ്റു കോസ് m π/3 എന്ന് നമുക്ക് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ് എമ്മിന് 1 വാല്യൂ കൊടുക്കുക. അപ്പോൾ ഓരോ വാല്യൂസ് നമ്മൾ കൊടുക്കുക എമ്മിന് 1 എന്ന് കൊടുക്കുക. അതുമാതിരി തന്നെ ഇപ്പോൾ എമ്മിന് 1 എന്ന് കൊടുക്കുമ്പോൾ സൈൻ π/3 ഇൻറ്റു കോസ് π/3 എന്ന് വരും. കോസ് π/x/3 എന്ന് വരും. ഓക്കെ, അങ്ങനെ ഓരോ വാല്യൂസ് എന്ന് പറയുന്നത് എമ്മിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കോസ് π/3ൻ്റെ സൈൻ π/3ൻ്റെ സൈൻ 2π/3ൻ്റെ ഒക്കെ വാല്യൂസ് ആണ്. അങ്ങനെ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ വരും. സിംപ്ലിഫൈ ചെയ്തെടുക്കുകയാണ് ഇവിടെ വേണ്ടുള്ളൂ. അതായത് ആദ്യം എമ്മിന് ഓരോ വാല്യൂസ് കൊടുക്കുക. അപ്പോൾ വാല്യൂസ് കൊടുക്കുമ്പോഴുള്ള സൈനിൻ്റെ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കോമൺ ആയിട്ട് നമുക്കൊരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ എന്ന് പറയുന്നതിന് പുറത്തേക്ക് എടുക്കുക. ഇത്രയും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടും. ഓക്കെ.